ഹലോ ഗൈസ്, ഇന്ന് മൊത്തത്തിൽ വൈകുന്നേരം പെട്ട ദിവസമാണ് കേട്ടോ. വളരെയധികം ലേറ്റായി റൂമിലേക്ക് വന്നപ്പോൾ ഒന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കാനോ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഞാൻ നൂഡിൽസിൻ്റെ 5 രൂപയുടെ പാക്കറ്റ്, നൂഡിൽസ് അല്ല യപ്പി, ഞാൻ അതിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കഴിക്കാനൊന്നും ഇഷ്ടമൊന്നുമല്ല. വീട്ടിൽ പിള്ളേരൊക്കെ കഴിക്കും, പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഒന്നാമത് മൈദയാണ്, രണ്ടാമത് ഇതത്ര ഹെൽത്തിയും അല്ല. ഇത് ഇന്നത്തെ ഗതികേട് കാരണം ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. തന്നെയല്ല, ഭയങ്കര വിശപ്പുമാണ്. എനിക്ക് പെട്ടെന്ന് വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള അവസ്ഥയല്ല, വിശന്നിട്ടാണ് ഈ വയ്യ. എനിക്ക് കുറേ നേരം വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തലകറക്കം, കയ്യും കാലൊക്കെ വിറയ്ക്കാനൊക്കെ തുടങ്ങും. ഫെരട്ടൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ കുറവുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ. എനിക്കങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല. അത് കാരണം ഫുഡ് ഒഴിച്ചിട്ടുള്ളൊരു പരിപാടി ഞാൻ ചെയ്യാറില്ല. കാരണം വിറയൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ ഒന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ആകെ ബുദ്ധിമുട്ടാവും. അതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടി ഇട്ട് സെറ്റായിട്ട് അത് രണ്ടും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ഇവിടെ. കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അരിപ്പൊടിയും ഗോതമ്പിൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഓട്സും ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ കാര്യമൊക്കെ മറന്നു. പിന്നെ ഷുഗർ കുറയ്ക്കാമെന്ന് കരുതി ഓട്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മധുരം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശർക്കര വാങ്ങിച്ചതൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് യപ്പി അവസാനം തീരുമാനത്തിലെത്തിയത്, പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ അതും യപ്പിയും ചായയും കൂടി, ചായയല്ല കാപ്പിയും കൂടി ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. കുറച്ചേ ഉണ്ടാക്കി കഴിച്ചോളൂ, ഞാൻ കുറേയൊന്നും ഉണ്ടാക്കിയില്ല. വൈകുന്നേരം ചോറുണ്ണാന്നുള്ള രീതിക്ക് തന്നെയാണ്, വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് കേട്ടോ കഴിച്ചത്. അപ്പോഴത്തെ ഒരു വിശപ്പ് മാറണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അവരായിട്ട് വർത്തമാനം പറയായിരുന്നു. അപ്പുകുട്ടൻ അവിടെ കിടന്നു, ജോസുമോൻ അപ്പുറത്ത് ഇരുന്നിട്ട് എന്തോ പാപ്പം തിന്നുന്നുണ്ടിട്ട്. ഞാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഒളിഞ്ഞു നോക്കി ഒരു വീഡിയോ കുറച്ച് എടുത്തു കേട്ടോ. അവളെന്നെ ചിരിച്ച് കാണിച്ചെടുക്കലെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇങ്ങനെ വിളിച്ച് ഞാൻ എടുക്കും കുറച്ച്. എന്താ തിന്നുന്നതെന്നുള്ളത് ഞാൻ മറന്നുപോയി. എന്തോ അവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. 4 മണിയായപ്പോൾ എല്ലാവർക്കും വിശന്നു. അവരും എൻ്റെ കൂടെ ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത്. ജോസും അപ്പുകുട്ടനും അപ്പുറത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച്.